ആശ്വാസം എന്റെ താതൻ
രാവിലെ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ചെറിയ കാര്യമാണ്. ജഗലാണ്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതിന്റെ എല്ലാത്തിനും ഉടമസ്ഥൻ ആർക്കു വേണ്ടിയാണ്? തന്റെ സൃഷ്ടിയായിരിക്കുന്നു. ആമേ സ്വതന്ത്രം എന്നെ നിങ്ങളെ തേടി അതെല്ലാം ഉരിഞ്ഞ് മാറ്റി വെച്ച് അവൻ താണ ഭൂമിയിലേക്ക് വന്നു. ദൈവമക്കളെ, നമ്മളതാണ് പാടിയത്. ഈ കർത്താവിന് മുമ്പ് നമുക്ക് എന്താ കൊടുക്കാനുള്ള? ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. കർത്താവ് ചോദിച്ചു, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു. കാരണം ദൈവത്തിന് ഇതൊന്നുമല്ല. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന് വേണ്ട വേറൊന്നുമല്ല. നിങ്ങളെ സ്നേഹിച്ച കർത്താവിനെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പാണ്, അത് നാം കർത്താവിനോട് ആളുകളുടെ സ്നേഹം നമ്മുടെ അകത്ത് പൊങ്ങി വരുമ്പോൾ നമ്മുടെ സ്ഥിതിക്ക് എല്ലാം മാറ്റം വരും. നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ടാകും. അവിടെ ഭയത്തിന് സ്ഥാനമില്ല. അതുകൊണ്ട് തിരുവനന്തപുരം പറയുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ആമേൻ. നമ്മൾ ആരെങ്കിലുമൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ മനുഷ്യരുള്ള ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്വന്തം അങ്ങനെയെങ്കിൽ സ്വന്തം നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവമായിട്ട് നാം ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായിരിക്കുന്ന ആ സന്തോഷം, ആ സമാധാനം, ആ സ്വസ്ഥത അതൊക്കെ എത്ര വലുതാണ്. യേശുവിനെ നാമത്തിൽ വേറെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ പാട്ടുകാരൻ പറഞ്ഞ പോലെ തന്നെ ദൈവത്തെ നാം പൂർണ്ണമായി സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയം മുഴുവനായി ദൈവകരങ്ങളിലെത്തി അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ആ ദൈവത്തെക്കാൾ അധികം പലതിനെ സ്നേഹിക്കുന്നത്. നമ്മുടെ ഹൃദയം പലപ്പോഴും മുഴുവനായ ദൈവസേന നമുക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. ഇതുപോലെല്ലാം തിരിച്ചറിവോട് സമർപ്പണത്തോടെ ഒരിക്കൽ കൂടെ പറയാം, കർത്താവേ അങ്ങയുടെ മുമ്പിൽ ദാവീദ് തന്നെ പറഞ്ഞ്, ഹല്ലേലൂയ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യും. ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നു. ദാവീദിനെ കുറിച്ച് വചനം പറയുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ഹല്ലേലൂയ. അവന്റെ ആഗ്രഹം ഇതായിരുന്നു, ഈ എന്നെ സ്നേഹിച്ച കർത്താവിന്, എനിക്ക് നന്മയിൽ തന്ന കർത്താവിന് ഞാൻ എന്ത് നന്മയാണ് കൊടുക്കുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, ഈ ദൈവത്തിന് ദൈവം നമുക്ക് നന്മക്ക് തുല്യമായി കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ അതിന്റെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ദൈവത്തെ നാം സ്നേഹിക്കണം. യേശുവിന്റെ നാമം അതുപോലെ നമുക്ക് നിറഞ്ഞ മനസ്സോടെ സമർപ്പണത്തോടെ പറയാം, കർത്താവേ അമ്മയെ സ്വന്തം ഞാൻ അങ്ങയെ സ്നേഹിക്കും. അങ്ങയെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണം. അവന്റെ ഹൃദയം മുഴുവനായി കർത്താവിൽ അർപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയം മുഴുവനായി ദൈവത്തിലാകപ്പെടാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. അമ്മയെ സ്വന്തം നമ്മൾ നിരാശപ്പെടുന്നു. നമ്മുടെ ഹൃദയം മുഴുവനായി ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. കാരണം ആ കർത്താവിൽ നാം സുരക്ഷിതരാണ്. ആ കർത്താവിൽ നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. അവരെ പല വിചാരങ്ങളിൽ നിന്നൊക്കെ നാം ദൈവത്തിന് വെളിയിൽ പോകുമ്പോഴാണ് നാം വേദനിക്കുന്നത്, നാം ആമേൻ അലമുറയിട്ട് കരയുന്നത്, ആമേ സ്തോത്രം ചെയ്യുന്ന രോഗികളൊക്കെ ഇട്ട് മാറുന്നത്. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൽ നമ്മുടെ ഹൃദയം ആമേ പൂർണ്ണമായി ഏൽപ്പിക്കുമ്പോൾ ആമേ സ്തോത്രം ചെയ്യുന്ന ആ കർത്താവിന്റെ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കുക. ആ സന്തോഷത്തിന് ആമേ സ്തോത്രം ചെയ്യുന്ന ആ സ്നേഹത്തിനൊക്കെ ആഴവും നീളവും ഒന്നുമില്ല. ഹല്ലേലൂയ. അത് അനന്തമാണ്. അത് അഗാധമായതാണ്. അത് ശ്രേഷ്ഠമായതാണ്. ഹല്ലേലൂയ. ഇതുപോലെ കാലം ആ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ആ തിരിച്ചറിവോടെ കർത്താവ് അങ്ങയുടെ മുമ്പിൽ തരേണ്ടത് ഞാൻ സ്നേഹിക്കുന്നു. എന്റെ ഹൃദയം മുഴുവനായി ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ആ തിരിച്ചറിവോടെ നമ്മുടെ വായികളിൽ തുറന്ന് ഒരിക്കൽ കൂടെ ആ ദൈവം മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് അവയെ സ്തോത്രം കർത്താവിനോട് നൽകണം. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ
ഞങ്ങൾ കാണുന്നു അങ്ങേ രാജാവിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു അങ്ങേ കർത്താവേ കർത്താവേ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു അങ്ങേ രാജാവിനെ കണ്ടപ്പോഴാണ് ദാനിയേൽ പറഞ്ഞ രാജാവ് പറഞ്ഞ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നില്ല, കാരണം ഒരു രാജാവ് ഞങ്ങൾ വേറെ ഉണ്ട്. ഒരു കാര്യം പറയാം, ഈ ലോകത്തിലുള്ള ഏത് പ്രതിസന്ധിയും ഒരു ദൈവത്തിനെ തൊടാൻ കഴിയത്തില്ല, തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ ദൈവത്തിനോട് ഊതി ഞാൻ വിളിച്ചു പറയാം, ഹല്ലേലൂയ. നിങ്ങൾ വിളിച്ചവൻ ആരാണ് നിങ്ങൾക്ക് ബോധ്യതയുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദാനിയേലിനെയും ആമേൻ സ്തോത്രം കൂട്ടുകാരെ എല്ലാം നശിപ്പിക്കാൻ പിശാച് ഒരുപാട് പദ്ധതി ഒരുക്കി. പക്ഷെ അവരുടെ തീരുമാനമുണ്ട്, കാരണം അവരെ വിളിച്ച ദൈവം ആരാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. നമ്മുടെ മുമ്പിൽ ഇതേപോലെ പ്രതിസന്ധി എല്ലാം വരുമ്പോൾ അവിടെ നമ്മൾ അയവിടാനല്ല, എന്നെ വിളിച്ചവൻ ആരാണ്, ആ ദൈവത്തെ നമ്മളവിടെ കാണണം. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന് ശക്തമായ ദൂതി ഞാൻ പറയാം. ദൈവത്തെ വിശ്വാസത്തോടെ സേവിക്കുന്ന ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ മഹത്വം കാണുന്ന ഒരു ദൈവത്തിൽ എന്റെ മുമ്പിൽ ഒരു പരാജയം ഉണ്ടാകത്തില്ല, ഒരു പ്രതിസന്ധിക്കും എന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവത്തിന്റെ പാത വിടുന്നെങ്കിൽ നമ്മളെ തന്നെ വീണ്ടും സമർപ്പിക്കാം.